ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരള ലോട്ടറിയും US പവർബോളും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ അതിൻ്റെ വിന്നിങ് ചാൻസ്, ടാക്സ്, നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്യുക എന്നീ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അതായത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ് കേരള ലോട്ടറി വേഴ്സ് US പവർബോൾ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാം, ഫെമ റൂൾസ് നമ്മൾ അവിടെ പോയിട്ട് കളക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അത് ആൾക്കാർക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും പാസ്പോർട്ട് വേണമെന്നുള്ളതൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോകാൻ കഴിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിനെ അയക്കാം, നമ്മുടെ ഫ്രണ്ട്സിനെ അയക്കാം, അല്ലെങ്കിൽ നമുക്ക് അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ അയക്കാം. നമുക്ക് തന്നെ പോകണമെന്നില്ല. നമ്മളവർക്ക് പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്ന സംഭവം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ആരെക്കൊണ്ടും US പവർബോൾ അല്ലെങ്കിൽ ഏത് രാജ്യത്തെ ലോട്ടറി അവിടെ പോയി ക്ലെയിം ചെയ്യാൻ അങ്ങനെ ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സിന് പോകാം, ഫ്രണ്ട്സിന് പോകാം, മക്കൾക്ക് പോകാം, അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആർക്കും പോകാം. ഒക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കേരള ലോട്ടറിയുടെ ഓണം ബമ്പർ ആയിട്ടാണ് നമ്മൾ കമ്പാരിസൺ വെച്ചിരിക്കുന്നത്. കാരണം മറ്റേതൊക്കെ ഡെയിലി ലോട്ടാണ്. US പവർബോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും പ്രൈസ് മണിയുള്ള ലോട്ടറി വെക്കണമല്ലോ, അതുകൊണ്ടാണ് അത് വെച്ചത്. ഡെയിലി ലോട്ടായിട്ട് വേറെ വീഡിയോ വരുന്നതായിരിക്കും. കഴിഞ്ഞ വർഷത്തെ ഓണം ബമ്പർ ആയിട്ടാണ്. അതായത് ടിക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ രണ്ടെണ്ണത്തിന് ഏകദേശം 500 രൂപയാണ് വരുന്നത്. കേരള ഓണം ബമ്പറിന് ഏകദേശം 500 രൂപയാണ്. അതുപോലെ US പവർബോളിന് 500 രൂപയിൽ കൂടുതലുണ്ട്, ചെറുതായിട്ട് കൂടുതലുണ്ട്. പക്ഷേ അത് USD INR റേറ്റ് കൂടുന്നതുകൊണ്ട്, എക്സ്ചേഞ്ച് റേറ്റ് കൂടുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ 500 രൂപയെ മാത്രമേ ഉള്ളൂ നമുക്ക് ലോട്ടറിൽ നിന്നായാലും ലോട്ടേജിൽ നിന്നായാലും വാങ്ങാൻ ആവുന്നുള്ളൂ. ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് $2 താഴെ മാത്രമേ ഉള്ളൂ. അതായത് 150-200 രൂപ മാത്രമേ വരുന്നുള്ളൂ ടിക്കറ്റിന്. ബാക്കി ലോട്ടർ അല്ലെങ്കിൽ ലോട്ടേജിൻ്റെ കമ്മീഷനായിട്ട് പോവുകയാണ്. കാരണം വിന്നിങ്ങിൽ കമ്മീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കമ്മീഷൻ എടുക്കുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെത്. പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ വിന്നിങ് എമൗണ്ടാണ്. വിന്നിങ് എമൗണ്ട് എന്ന് പറയുന്നത് 25 കോടിയാണ്. ഓണം ബമ്പറിൻ്റെ ഒന്നാം സമ്മാനം എന്ന് പറഞ്ഞാൽ 25 കോടിയാണ് ഒന്നാം സമ്മാനം. അതായത് നമ്മൾ 500 രൂപ മുടക്കി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 25 കോടിയാണ് നമുക്ക് മാക്സിമം ലഭിക്കുന്ന വിന്നിങ് ചാൻസ്. അത് ഒറ്റ ആൾക്ക് മാത്രമേ ലഭിക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല, പിന്നെ US പവർബോളിൻ്റെ നോക്കുകയാണെങ്കിൽ മിനിമം $20 മില്യൺ അതിൻ്റെ സമ്മാനത്തുക സ്റ്റാർട്ട് ചെയ്യുന്നത്. മിനിമം 20 മില്യൺ. അതായത് ഒന്നാം സമ്മാനം ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ 20 ഉള്ളത് 40 ആകും, 40, 100, 200 അങ്ങനെ ഓരോ നറുക്കെടുപ്പിൽ ഇത് ഇരട്ടിയായിട്ട് ഇങ്ങനെ പോകും. അതായത് 10,000 കോടി വരെ. അതായത് $70 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം, അല്ല $20 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 180-185 കോടി രൂപയാണ് ഇന്ത്യൻ പ്രൈസ് മണിയിൽ വരുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു സമ്മാനം അടിച്ചിട്ടില്ലെങ്കിൽ, അതായത് വിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് 400 കോടി, 500 കോടി, 1000 കോടി, 2000 കോടി, 15,000 കോടി വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് കാലങ്ങളായിട്ട് 15,000 കോടിയാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് മണി പോയത് US പവർബോളിൻ്റെ. അപ്പോൾ അതായത് നമ്മൾ 500 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം 185 കോടി രൂപ നമുക്ക് ലഭിക്കും US പവർബോളിൽ. അത് ഏറ്റവും റെയർ കേസാണ്. 20 മില്യൺ ആർക്കും അങ്ങനെ ഇല്ല. കാരണം 20 മില്യണിൽ അത് മൾട്ടിപ്ലൈ ആയിട്ട് പോവുകയാണ് സാധാരണ ചെയ്യുക. 20 മില്യൺ, 40, 100 മില്യൺ, 150 മില്യണൊക്കെ ആവുകയാണ്. അതായത് മിനിമം എന്തായാലും 185 കോടി ലഭിക്കും 500 രൂപ കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, അതിൻ്റെ വിന്നിങ് ചാൻസ് ആണ്. നമുക്കതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വിന്നിങ് ചാൻസ്. നമുക്ക് കേരള ലോട്ടറിയുടെ വിന്നിങ് ചാൻസ് എന്ന് പറയുന്നത് 90 ലക്ഷത്തിൽ 1. അതായത് 90 ലക്ഷത്തിൽ 1. നമ്മളൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് 90 ലക്ഷം നമ്പേഴ്സ് അല്ലെങ്കിൽ 90 ലക്ഷം ആളുകൾ എടുത്തതിൽ നിന്ന് നമുക്ക് ഒരു വിന്നിങ് ചാൻസ് ആണ്. നമുക്ക് US പവർബോളിൻ്റെ വിന്നിങ് ചാൻസ് പറയുന്നത് 29 കോടിയിൽ ഒരു ചാൻസാണ്. അതായത് ഒന്നാം സമ്മാനം ലഭിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 29 കോടിയിൽ 1. അപ്പം അതായത് അത്രയും ആളുകൾ എടുക്കുന്ന ഒരു ലോട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിന്നിങ് ചാൻസ് കമ്പയർ ചെയ്യുമ്പോൾ, ഓണം ബമ്പറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് ഹ്യൂജ് എമൗണ്ടാണ് വിന്നിങ് മണി അവർ നൽകുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 20 കോടിയല്ല, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈസി ആയിട്ട് എത്ര കോടികളാണെങ്കിലും, 90 ലക്ഷം ആണെങ്കിലും, 1 കോടിയാണെങ്കിലും, 10 കോടിയാണെങ്കിലും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് തന്നെ ആ സമ്മാനം ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ടാക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 25 കോടി ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 14 കോടിയിൽ താഴെയാണ് നമുക്ക് ലഭിക്കുക. അതായത് ഏകദേശം 40% മുകളിലാണ് ടാക്സ് വരുന്നത്. കേരള ടാക്സ്, സെൻട്രൽ ടാക്സ്, ഇൻകം ടാക്സ് ഒക്കെ പാടെ വരുന്നത് ഏകദേശം 40% മുകളിലാണ്.
അതുപോലെ തന്നെയാണ് US പവർബോളിൻ്റെ. നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ US നമ്മൾ കുറഞ്ഞ ടാക്സ് ആണ് പേ ചെയ്തതെങ്കിലും നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ടാക്സ് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഏകദേശം 60,000 രൂപ താഴെ വരുന്ന സമ്മാനങ്ങൾക്കൊന്നും അവിടെ ടാക്സ് പിടിക്കില്ല. പിന്നെ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ആക്ട് ഉണ്ട്. അപ്പോൾ അതായത് നമ്മൾ അവിടെ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ബാക്കി വരുന്ന ടാക്സ് മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. അവിടെയും ഇവിടെയും നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സെക്കൻഡ് പ്രൈസ് പോകാം. സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് US പവർബോളിൽ വരുന്ന സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് $1 മില്യൺ ആണ്. അതായത് 9 കോടിക്ക് മുകളിലാണ് രണ്ടാം സമ്മാനം വരുന്നത്. ഓണം ബമ്പറിൻ്റെതാണെങ്കിൽ രണ്ടാം സമ്മാനം എന്ന് പറഞ്ഞാൽ 1 കോടിയാണ്. 1 കോടി, പക്ഷേ അത് 20 ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ US പവർബോളിൽ 5 നമ്പറിനാണ് രണ്ടാം സമ്മാനം വരുന്നത്. ഇതിൽ 6 നമ്പർ പ്ലസ് 2 സീരീസ് അങ്ങനെയാണ് വരുന്നത്. ടോട്ടൽ 8 നമ്പേഴ്സ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. പിന്നെ ഇത് ക്ലെയിം ചെയ്യേണ്ടത് നമുക്ക് കേരള ലോട്ടറി ആണെങ്കിൽ ക്ലെയിം ചെയ്യാൻ ഈസിയാണ്. നമുക്ക് പാൻ കാർഡ്, ആധാർ കാർഡ് മുതലായ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും. ടാക്സ് കഴിച്ചുള്ള എമൗണ്ടാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. അതിനുശേഷം നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്യുമ്പോൾ ബാക്കിയുള്ള എമൗണ്ടിൻ്റെ ടാക്സും കൂടെ നമ്മൾ പേ ചെയ്യണം. ഇനി US പവർബോൾ ആണെങ്കിൽ നമുക്ക് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോട്ടറാണെങ്കിൽ ലോട്ട് ഏജൻ്റ് ആണെങ്കിൽ നമ്മളെ അറിയിക്കും. നമ്മൾ USൻ്റേതാണെങ്കിൽ നമ്മൾ USലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ക്ലെയിം ചെയ്യണം. അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നമ്മൾ പാസ്പോർട്ടിൽ വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ അക്കൗണ്ടിൽ വഴി നമ്മൾ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ നമ്മുടെ വിന്നിങ് സർട്ടിഫിക്കറ്റ് മറ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ട് നമ്മുടെ US അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഇതിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ എന്ന് പറയാനൊന്നുമില്ല. നമുക്ക് അവിടെ പോകേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ട്രാൻസ്ഫർ ചെയ്യണോ മറ്റു കാര്യങ്ങൾക്കൊന്നും തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആർക്ക് വേണമെങ്കിലും അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പോയിട്ട് കളക്ട് ചെയ്ത് പോരാവുന്നതാണ്. അപ്പോൾ ഇതാണ് കേരള ലോട്ടറിയും US പവർബോളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്, മറ്റ് കാര്യങ്ങൾ, വിന്നിങ് ചാൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വേറെ ലോട്ടറി കമ്പാരിസൺസ് ആയിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.